എൻ്റെ ജീവിതം തന്നെ യാത്രയാക്കി മാറ്റി എന്ന് പറയാം. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ചുറ്റും കൂടിയിട്ടുള്ള നിങ്ങളാണ്. അതായത് ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ എല്ലാ ദിവസവും താമസിക്കുന്നത് ഓരോ വീട്ടിലെ ആളുകളുടെ കൂടെയാണ്. അപ്പോൾ അവരാണ് എൻ്റെ ഫാമിലി. കാരണം ഞാനത് തീരുമാനിച്ചുണ്ടായ കാര്യമല്ല. ഞാൻ ആദ്യം യാത്ര തുടങ്ങി. ഞാൻ ഫസ്റ്റ് ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ടെൻറ്റിലടിച്ച് താമസിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അനുഭവപ്പെടും. അതും ഞാൻ പോകുന്ന രീതിയും കൂടുതൽ റിസ്ക് ആണ്. അല്ലെങ്കിൽ അതിനുള്ളൊരു ധൈര്യം എനിക്ക് എങ്ങനെയോ കിട്ടി. അതും ആഗ്രഹമുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യണം. അതായത് നല്ലതും ചീത്തയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ടെൻ്റ് അടിക്കുന്ന സമയത്ത് ടെൻ്റൊക്കെ അടിച്ച് ഞാൻ ചിലപ്പോൾ അതിൽ കിടന്നിട്ടുണ്ടാവും. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഫോണൊക്കെ നോക്കി എന്തെങ്കിലും അന്നെടുത്ത ഫോട്ടോസോ അതൊക്കെ നോക്കുമായിരിക്കും. ആ സമയത്തായിരിക്കും ഒരു വീടിൻ്റെ മുറ്റത്തായിരിക്കും ഞാൻ ചിലപ്പോൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ആദ്യ കാലങ്ങളിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അവരോട് പെർമിഷൻ ചോദിക്കും വീടിൻ്റെ മുറ്റത്ത് ടെൻ്റ് അടിക്കാൻ. നോർത്ത് ഇന്ത്യയിലായാലും എവിടെ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഒരു 9 മണിക്കൊക്കെ ചിലപ്പോൾ അവർ ഭക്ഷണമായിട്ട് ടെൻറ്റിൽ വരും. അപ്പോൾ ആ ഭക്ഷണം തന്നിട്ട് പിന്നെ അവർ എൻ്റെ കൂടെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ ടെൻറ്റിലിരുന്ന് കഴിക്കുന്ന സമയത്ത് അവർ എൻ്റെ കൂടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കും. ഞാൻ ഈവൻ ഹിന്ദിയൊക്കെ ഞാൻ പഠിച്ചതുപോലെ എൻ്റെ യാത്രയിലാണ്. അതിനു മുന്നേ സ്കൂളിലൊന്നും ഞാൻ ഹിന്ദീൻ്റെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. എഴുതാനും വായിക്കാനും മാത്രമേ അറിയൂ, പറയാൻ ഒട്ടും അറിയില്ലായിരുന്നു. എല്ലാം ഞാൻ എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ യാത്രയിലാണ് പഠിച്ചത്. ഞാൻ സ്കൂളിൽ നിന്നും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നും പഠിച്ചിട്ടില്ല. എല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച് ആ പറഞ്ഞ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായത് എൻ്റെ യാത്രയിലൂടെയാണ്. പക്ഷെ ബേസിക് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ എപ്പോഴും വേണം. അത് കഴിഞ്ഞിട്ട് യാത്ര ലൈഫിൽ മരിക്കുന്നതിന് മുന്നേ ഒറ്റയ്ക്ക് എന്നല്ല, ഇനി കൂട്ടുകാരൊപ്പായാലും ഒരു വട്ടെങ്കിലും, അതായത് ഒരു പ്ലാനും ഇല്ലാതെ യാത്ര ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഒരു വട്ടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അഡിക്ഷനായി മാറും. പിന്നീട് അത് യാത്ര എന്താ പറയുക, അത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ വിട്ടുപോയി, ഞാനിങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ ടെൻ്റ് അടിച്ച് താമസിക്കുന്ന സമയത്ത് അവർ പിന്നെ ചിലപ്പോൾ അന്ന് രാത്രി തന്നെ അവിടെ കിടക്കാൻ സമ്മതിക്കില്ല. അവർക്ക് ടെൻഷനാണ് എനിക്ക് എന്തെങ്കിലും പറ്റുമോയെന്ന്. അതുകൊണ്ട് അവർ ഉള്ളിലേക്ക് കയറി ഞാൻ അവരുടെ കൂടെ ആയിരിക്കും താമസിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വീടുകളിൽ താമസം തുടങ്ങിയത്. അതായത് അവർ വിളിച്ച് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും തന്നിട്ടായിരിക്കും. ചില സമയത്ത് അവർ ഫുഡെല്ലാം എനിക്ക് പാക്ക് ചെയ്ത് തരും. ഉച്ചയ്ക്ക് പോകുന്ന വഴിക്ക് ഒന്നും കിട്ടില്ല എന്നുണ്ട്. ആ സ്നേഹം ഉണ്ടല്ലോ, ഒരു പരിചയമില്ലാത്ത, മുൻപരിചയമോ ഒരു പരിചയമില്ല. ഞാൻ എന്താ പറയുക, ഇപ്പം എനിക്ക് വ്ളോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ ഒന്നും അറിയാത്ത, ഒരു ഇതും ഇല്ലാതെ അൺകണ്ടീഷണൽ ലവ് എന്താ പറയുക ഡോഗ്സിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരിൽ നിന്ന് കിട്ടിയപ്പോൾ മനസ്സിലായി, അതായത് ഈ ലോകത്ത് പല ആൾക്കാരും പറയും ഹ്യൂമാനിറ്റി ഇല്ലാന്ന്. പക്ഷെ ഞാൻ ആകെ വിശ്വസിക്കുന്ന ഹ്യൂമാനിറ്റിയിലാണ്. കാരണം അത് മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കില്ല. എക്സാക്ട് കാര്യം അതാണ്. കാരണം എന്നെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ലോകം മൊത്തം കാണണമെന്ന് തോന്നിയതും എല്ലാം ആ ഫാമിലി എന്നൊരു ബൗണ്ട് ഉണ്ടായത് പോലും, അതായത് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ബംഗ്ലാദേശിൽ എനിക്ക് ഫുഡ് പോയ്സൺ അവിടെ നിന്നാണ് ആയത്. അത് കഴിഞ്ഞ് അന്ന് ഞാൻ സൈക്ലിംഗ് ആയിരുന്നു. സൈക്കിൾ ചെയ്തിട്ട് ഞാൻ ഒരു എന്താ പറയുക മെഡിസിൻ മേടിച്ചിട്ട് അതിൻ്റെ മുന്നിൽ കിടക്കുവാണ്. ഇങ്ങനെ ഒരു ഇതിൽ കിടക്കും. എനിക്ക് തീരെ പറ്റില്ല. ഭാഷ പോലും അറിയാത്ത അപ്പുറത്തെ ബാർബർ ഷോപ്പിലെ ചേട്ടൻ വന്നിട്ട് ഈ മെഡിക്കൽ ഷോപ്പിലെ ആളോട് ചോദിച്ചു എന്താ പറ്റിയെന്ന്. അപ്പോൾ ഇങ്ങനെ ലൂസ് മോഷനും ഡയറിയൊക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളായിട്ട് സംസാരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഇംഗ്ലീഷും ബംഗാളിയും എന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ്. ആൾ പറഞ്ഞു 100 മീറ്റർ അപ്പുറം ആളുടെ വീടാണ്, അവിടെ വന്ന് കിടക്കാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇപ്പം വീഴുന്നുള്ള അവസ്ഥയിൽ ഓൾറെഡി കിടക്കുന്നത്, അങ്ങനെ ബോധം പോകുന്നുള്ള അവസ്ഥയിൽ. അങ്ങനെ ഞാൻ ആ സൈക്കിൾ ആൾ തന്നെ ഉന്തി കൊണ്ടുപോയി 100 മീറ്റർ അപ്പുറമുള്ള വീട്ടിൽ കണ്ടു. റൂം കാണിച്ചെന്ന് അപ്പം തന്നെ ഞാൻ കിടന്നു. 4 hours ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. എണീച്ച സമയത്ത് അവരെനിക്ക് നാരങ്ങ വെള്ളവും ഫുഡും, അതായത് മസാലയൊന്നും ഇല്ലാത്ത സ്വന്തം വീട്ടിൽ മാത്രമാണ് അങ്ങനെ കിട്ടുന്നത്. അതായത് ആ ടൈമിൽ എന്താണ് കഴിക്കേണ്ടതിൽ അങ്ങനെ അവരെനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായി തന്ന് ഞാൻ അവിടെ ഏകദേശം 7 ദിവസം നിന്നു. 7 ദിവസം നിന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ വീഡിയോയിൽ, ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ ബായ് പറയാൻ വേണ്ടി എടുത്തപ്പോൾ തന്നെ ആ പുള്ളിക്കാരി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. കാരണം ഞാൻ ആളുടെ കൂടെ കരയുമായിരുന്നു. കാരണം എനിക്ക് ആ വീട്ടിൽ അവരാണ്. അവരിപ്പോഴും എൻ്റെ അടുത്ത് പറയും വിസ എടുത്തരാ, ബംഗ്ലാദേശിക്ക് എപ്പോഴാണ് വരുന്നത്, എപ്പോഴും വീഡിയോ കോൾ ചെയ്യും. ഒരു 6 മാസം കൂടുമ്പോൾ തന്നെ അവർ വിളിക്കും. അതായത് ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ എന്നെ ശരിക്കും ഒരു മോളെ പോലെയാണ്. അവർക്ക് 2 മക്കളുണ്ട്. അങ്ങനെ അവർ നോക്കി. സ്നേഹം കൊണ്ടാണ് അരുണിമ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര ചെയ്യുന്നത്. മനസ്സിലായല്ലോ. നമ്മളൊക്കെ ലോൺ എടുത്ത് പോകുന്നു, അരുണിമ ബാഗിൽ കുറച്ച് സാധനങ്ങൾ മാത്രം നിറച്ചിട്ട് പോകുന്നു, സ്നേഹം കൊണ്ട് ജീവിക്കുന്നു. യാത്ര അതാണ്.